എക്സ്ചേഞ്ച് പ്രവാസ ലോകത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. മുൻ വർഷങ്ങളിലെ പോലെ തന്നെ ഇക്കഴിഞ്ഞ തവണയും ലോകത്തിലെ ഏറ്റവും വലിയ പ്രവാസി സമ്പാദ്യ വിനിമയം നടത്തിക്കൊണ്ട് ഇന്ത്യ ഒന്നാമതെത്തി. $70 ബില്യൺ കഴിഞ്ഞ വർഷം ഇന്ത്യക്കാരായ പ്രവാസികൾ നാട്ടിലേക്ക് അയച്ചത്. രണ്ടാം സ്ഥാനം ചൈനയ്ക്കാണ് 66 ബില്യൺ എന്ന നിരക്കിലും ഫിലിപ്പൈൻസും മെക്സിക്കോയുമാണ് അതിനുശേഷം വരുന്നത്. രൂക്ഷമായ ലോക സാമ്പത്തിക പ്രതിസന്ധി കാലത്തിലും ഭാരതത്തിലെ പ്രവാസികൾ നടത്തിയ ഈ പ്രയത്നത്തെ നമ്മുടെ ഗവൺമെന്റുകൾ കണ്ടില്ല എന്ന് നടിക്കുന്നത് ലജ്ജാവഹമാണ്. അതുപോലെ തന്നെ അവരുടെ സേവനത്തെ മാനിക്കുകയും കാണുകയും അവരുടെ പ്രവർത്തനങ്ങൾ അതിനുവേണ്ടി അവർക്ക് കൂടുതൽ പ്രവർത്തനങ്ങൾ നടത്തുകയും ചെയ്യണമെന്ന അഭ്യർത്ഥനയോടെ ഈ ആഴ്ചയിലെ UAE എക്സ്ചേഞ്ച് പ്രവാസ ലോകം ഇവിടെ ആരംഭിക്കുകയാണ്. ഒരിക്കൽ കൂടി എല്ലാ മാന്യ പ്രേക്ഷകർക്കും UAE എക്സ്ചേഞ്ച് പ്രവാസ ലോകത്തിലേക്ക് സ്വാഗതം. സ്ത്രീകൾക്ക് അധികാരം കിട്ടിയാൽ മാത്രമേ ആ നാടും രാജ്യവും പുരോഗമിക്കുകയുള്ളൂവെന്ന് പ്രശസ്ത മാധ്യമ പ്രവർത്തകയും എഴുത്തുകാരിയുമായ അനിത പ്രതാപ് പ്രസ്താവിച്ചു. കേരള കലാകേന്ദ്രത്തിന്റെ 2013 സ്ത്രീരത്ന ഗ്ലോബൽ അവാർഡ് പ്രധാനമന്ത്രിയുടെ ഉപദേഷ്ടാവ് TK നായരിൽ നിന്ന് സ്വീകരിച്ച് സംസാരിക്കുകയായിരുന്നു അനിത. കേരള കലാകേന്ദ്രം തിരുവനന്തപുരത്ത് സംഘടിപ്പിച്ച അന്തർദേശീയ വനിതാ ദിനാഘോഷത്തിൽ വിവിധ മേഖലകളിലെ പ്രമുഖരായ വനിതകളെ ആദരിക്കുന്നതിനായി കേരള കലാകേന്ദ്രം ഏർപ്പെടുത്തിയ സ്ത്രീരത്ന പുരസ്കാരങ്ങൾ പ്രധാനമന്ത്രിയുടെ ഉപദേഷ്ടാവ് TK നായർ സമ്മാനിച്ചു. RCC അഡീഷണൽ ഡയറക്ടർ ഡോക്ടർ P. കുസുമകുമാരി, ബഹാമസ് സ്മാർട്ട് എഞ്ചിനീയറിംഗ് ഡിസൈൻ സൊല്യൂഷൻസ് ഡയറക്ടർ ആലിസ് പ്രിൻസ്, ബാംഗ്ലൂർ അദ്വൈത് ഫൌണ്ടേഷൻ ചെയർപേഴ്സൺ കുമാരി ഷിബുലാൽ, ചെന്നൈ ഫോർ ഫ്രെയിം സൌണ്ട് കമ്പനി മാനേജിംഗ് ഡയറക്ടറും ചലച്ചിത്ര നടിയുമായ ലിസി പ്രിയദർശൻ എന്നിവർക്ക് സ്ത്രീരത്ന അവാർഡുകളും സമ്മാനിച്ചു. കേരള കലാകേന്ദ്രത്തിന്റെ 31ാം പ്രവർത്തന വർഷത്തിൽ അന്തർദേശീയ വനിതാ ദിനാഘോഷങ്ങളുടെ ഭാഗമായി വിവിധ മേഖലകളിൽ ശ്രദ്ധേയമായ നേട്ടങ്ങളുണ്ടാക്കിയ പ്രഗത്ഭ വനിതകളുടെ ഈ സംഗമം സംഘടിപ്പിക്കാൻ കഴിഞ്ഞതിൽ ഞങ്ങൾക്ക് അതിയായ ചരിതാർത്ഥ്യമുണ്ട്. ഡോക്ടർ D. ബാബു പോൾ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ആരോഗ്യവകുപ്പ് മന്ത്രി VS ശിവകുമാർ മുഖ്യപ്രസംഗവും അഡീഷണൽ DGP ഡോക്ടർ B. സന്ധ്യ ആശംസാ പ്രസംഗവും നടത്തി. നോർവേയുടെ ജപ്പാൻ അംബാസഡർ അർനെ വോൾട്ട മുഖ്യാതിഥിയായിരുന്നു. കേരള കലാകേന്ദ്രം ജനറൽ സെക്രട്ടറി K. ആനന്ദകുമാർ സ്വാഗതം ആശംസിച്ചു. കുമാരി ഗീതാഞ്ജലി പിള്ള കൃതജ്ഞത പ്രകാശിപ്പിച്ചു. അഡ്വക്കേറ്റ് ശശി പരവൂർ, PM അഹമ്മദ്കുട്ടി, K. വിജയകുമാർ, KS പ്രവീൺകുമാർ, കാവാലം ശ്യാംകുമാർ, AS ദുർഗ, R. രജിത, അഖിന ബാലചന്ദ്രൻ, അഭിന ബാലചന്ദ്രൻ, സുകന്യ, JV ആശ, FN നസിയ തുടങ്ങിയവർ പങ്കെടുത്തു ഈ ചടങ്ങിൽ. നവോദയ സാംസ്കാരിക വേദി അൽഹസ ഏരിയ കുടുംബവേദി അംഗമായിരിക്കവെ മരണമടഞ്ഞ കൊല്ലം പുല്ലൂർ സ്വദേശി അനിൽകുമാറിന്റെ കുടുംബത്തിനുള്ള സഹായധനം നാട്ടിൽ കൈമാറി. കൊല്ലം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് S. ജയമോഹൻ അനിൽകുമാറിന്റെ ഭാര്യ ദീപ്തിക്ക് തുക കൈമാറി. കേരള പ്രവാസി സംഘം സംസ്ഥാന സെക്രട്ടറി ശ്രീകൃഷ്ണപിള്ളയുടെ അധ്യക്ഷതയിൽ നടന്ന ചടങ്ങിൽ പുനലൂർ CPIM ഏരിയ കമ്മിറ്റി അംഗം വിജയൻ, CC സെക്രട്ടറി ബിനു, നവോദയ നേതാക്കളായ ശശികുമാർ, സിദ്ദിഖ് വടക്കേതിൽ, യൂസഫ് എന്നിവർ പങ്കെടുത്തു. കുടുംബസമേതം അൽഹസയിലുണ്ടായിരുന്ന അനിൽകുമാർ ഹൃദ്രോഗം മൂലം നാട്ടിൽ വെച്ചാണ് മരിച്ചത്. അംഗങ്ങളുടെ കുടുംബത്തിന്റെ സാമൂഹ്യ സുരക്ഷയ്ക്കായി ഏർപ്പെടുത്തിയിട്ടുള്ള പദ്ധതി പ്രകാരമാണ് നവോദയ സഹായധനം നൽകുന്നത്. കൊല്ലം മൈനാഗപ്പള്ളി സ്വദേശിയായ ഇബ്രാഹിം ക കഴിഞ്ഞ 23 വർഷമായി റിയാദിലുണ്ട്. 13 വർഷമായിട്ട് അദ്ദേഹത്തെ നാട്ടിൽ പോകാൻ കഴിഞ്ഞിട്ടില്ലായിരുന്നു. ഇപ്പോൾ റിയാദിലെ കേളി കലാ സാംസ്കാരിക വേദിയുടെ ജീവകാരുണ്യ കമ്മിറ്റി പ്രവർത്തകർ ഇടപെട്ട് അദ്ദേഹത്തെ നാട്ടിലയക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. ഇബ്രാഹിം ക, എന്തുകൊണ്ടാണ് കഴിഞ്ഞ 13 വർഷമായിട്ട് നിങ്ങൾ നാട്ടിൽ പോയിരുന്നത്? നാട്ടിൽ പോകാഞ്ഞതിന്റെ പ്രത്യേകിച്ച് കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ ബന്ധം വേർപിടിച്ചിട്ട് പോരുന്നതാണ്. എനിക്ക് 2 കുട്ടികളുണ്ട്. അപ്പൊ ആ കുട്ടികൾക്ക് ഞാൻ ചെലവിന് ഇങ്ങനെ കൊടുത്തോണ്ടിരുന്ന. പിന്നെ അവര് പ്രായപൂർത്തിയായി കഴിഞ്ഞാൽ പിന്നെ ചെലവിന് കൊടുക്കാൻ എന്റെ പൈസ ഇല്ല, ജോലിയില്ല, ഒന്നുമില്ല, സുഖമില്ലാതായിപ്പോയി. സുഖമില്ലാതെ പിന്നെ ഞാൻ പോയില്ല. പിന്നെ ഇവിടെ കിടന്നു. എന്തായിരുന്നു നിങ്ങൾ ജോലി ചെയ്തിരുന്നത്? ജോലി ചെറിയ ചില്ലറ പണിയൊക്കെ ചെയ്യുമായിരുന്നു. ഹാരീസിന്റെ പണിയും അതിലൊക്കെ ആയിരുന്നു. പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. സ്പോൺസറായിട്ട് കഴിഞ്ഞ 13 വർഷമായിട്ട് അദ്ദേഹം പിന്നെ ഉറൂബാക്കിയിട്ടുണ്ട്. എന്താണ് അതിന് കാരണം? ഉറൂബാക്കി ഞാൻ നാട്ടിൽ പോയിട്ട് വന്നപ്പം ഞാൻ ഇതുപോലെ ഹജ്ജിന് പോകാനായിട്ട് അയാൾ പാസ്പോർട്ട് ചോദിച്ചു. പക്ഷെ അയാൾ തന്നില്ല. തന്നില്ലെന്ന് പറഞ്ഞാൽ ഈ കേരളയുടെ ഈ കിഷോറിന് വരെ അറിയാവുന്ന കേസാണ്. അയാളും വരെ പോയി ചോദിച്ചാണ് എന്റെ പാസ്പോർട്ട്. ഞാൻ ഹജ്ജിന് പോട്ടെ, പാസ്പോർട്ട് കൊടു, ഞാൻ പോയിട്ട് വന്നിട്ട് ഞാൻ തിരിച്ചു വരാമെന്ന് കിഷോർ വരെ പറഞ്ഞതാണ്.
ഇന്നലേക്കൊന്നും അയാൾ കൊടുത്തില്ല. പിന്നെ അത് കഴിഞ്ഞതിന് പിന്നെ അയാളുമായിട്ടുള്ള ബന്ധം ഞാൻ അങ്ങ് വിട്ട് അവിടുന്ന് പോരുന്നു. ഇതല്ല വേറെ എന്നാണത് ഉറൂബാക്കി അല്ലെങ്കിൽ ഞാൻ പിന്നെ ഇക്കാമ തീർന്നപ്പോൾ ഞാൻ ചെന്നവൻ പറഞ്ഞ് നീ ഇവിടെ വരണ്ട, ഞാൻ ഉറൂബാക്കിയിട്ടുണ്ട്, നീ അവിടെ പോയി ഉറൂബ് അടിച്ചിട്ട് പോകുന്നത്. ഇപ്പൊ 13 വർഷമായിട്ട് നിങ്ങൾ ഇക്കാമയൊന്നും ഇല്ലാതെ ആയിരുന്നു ഇവിടെ ജീവിച്ചത്? അതെ, 13 വർഷമായിട്ട് ഒന്നുമില്ല. ഇപ്പം നാട്ടിൽ പോകാൻ വേണ്ടി തയ്യാറെടുപ്പിലാണ് അല്ലേ? തയ്യാറെടുത്തിരിക്കുകയാണ്. ആരോടൊക്കെ അതിനെ കൊണ്ട് സഹായിച്ച്? അപ്പം കെളി തന്നെയാണ് അതിന്റെ എല്ലാ കാര്യങ്ങളും നടത്തിക്കൊണ്ടിരിക്കുന്ന ഇപ്പൊ അവരാണ്. എല്ലാ ടിക്കറ്റ് ആയാലും എന്റെ ചെലവായാലും എന്നെ കൊണ്ടു കിടക്കുന്നതായാലും എല്ലാം ഇപ്പൊ അവര് തന്നെയാണ്. കേളിയാണ്. കേളിയിൽ ഇപ്പൊ മെയിനായിട്ടുള്ള കുറെ കിഷോറാണ് ഇപ്പൊ എന്റെ എല്ലാ. അപ്പൊ എന്തൊക്കെയാണല്ലോ അവര് ഈ കഴിഞ്ഞ 10-13 വർഷമായിട്ട് ഇക്കാമ എടുക്കാത്തതിന്റെ ഫൈൻ അടച്ചു, ടിക്കറ്റും കാര്യങ്ങളും സകല ചെലവ് അവരാണ്. സകല ചെലവും കേളിയാണ്. ഇതിനുമുമ്പ് വേറെ ഏതെങ്കിലും സംഘടനക്കാർ അല്ലെങ്കിൽ മറ്റാളുകൾ നിങ്ങളെ സഹായിക്കാന്ന് പറഞ്ഞു മുന്നോട്ട് വന്നിരുന്നു? സംഘടനക്കാർ വന്ന്, പക്ഷെ അത് വന്നിട്ട് എന്റെ വീഡിയോയിലെല്ലാം കൊടുത്തിട്ട് പിന്നെ അവര് ബന്ധപ്പെട്ടിട്ടില്ല. ഞാനും അങ്ങനെ തിരിച്ചങ്ങോട്ട് പോയിട്ടില്ല. പിന്നാണ് കിഷോറുമായിട്ട് ബന്ധപ്പെട്ട് കിഷോറും ഈ മുഹമ്മദ് സാഹിബും എല്ലാമായിട്ട് ബന്ധപ്പെട്ട് അങ്ങനെ മുമ്പോട്ട് പോവുകയാണ്. അങ്ങനെ ആശുപത്രിയിൽ പോയി അഡ്മിറ്റ് ചെയ്തൊക്കെ കാര്യം എന്ന് പറഞ്ഞാൽ ഭയങ്കര കേസുള്ള കാര്യങ്ങളാണ്. നേരത്തെ തന്നെ ഇബ്രാഹിംകായിട്ട് ബന്ധപ്പെട്ട് അദ്ദേഹത്തിന് നാട്ടിൽ പോക്ക് സുഗമമാക്കുന്നതിന് വേണ്ടി പ്രവർത്തിച്ച കേളിയുടെ ബദിയ ഏരിയ കമ്മിറ്റി ജീവകാരുണ്യ കമ്മിറ്റി കൺവീനർ കിഷോർ നിസാം നമ്മുടെ കൂടെയുണ്ട്. കിഷോർ, എങ്ങനെയാണ് ഇബ്രാഹിംകയുടെ കേസ് കേളിയുടെ അടുത്ത് എത്തുന്നത്? കേളിയുടെ അടുത്തെത്തുന്നത് കേളി പ്രസിഡന്റ് മുഹമ്മദ് കുഞ്ഞ് വിളിച്ച് എന്നോട് പറയുന്നത് ഇങ്ങനെ ഒരു കേസ് വന്നിട്ടുണ്ട്, ഇബ്രാഹിം കുട്ടി എന്ന് പറയുന്ന ഒരാളാണ്. അപ്പോൾ ഞാൻ പറയും ഇബ്രാഹിം കുട്ടി എനിക്കറിയാം, നമ്മൾ ഏറ്റെടുത്തുകൊണ്ട് നടത്താമെന്ന് നാട്ടിൽ വിടാമെന്ന് പറഞ്ഞതാണ്. അപ്പോൾ പറഞ്ഞ പോലെ എനിക്കിപ്പോൾ നാട്ടിൽ പോകാൻ സൗകര്യമില്ല, കുറച്ച് നാൾ കഴിഞ്ഞിട്ട് പോകാമെന്ന് പറഞ്ഞിട്ട് പോയതാണ്. അങ്ങനെയാണ് അതിന്റെ പേരിൽ ഇനി ഏറ്റെടുക്കാനും എപ്പോഴും എന്ത് വേണമെങ്കിലും ചെയ്തു കൊടുക്കാനും കേളി തയ്യാറാണെന്നും പറഞ്ഞു. അത് ഒരു മറയില്ലാതെ തന്നെ അപ്പോഴും തന്നെ ഞാൻ പറഞ്ഞു. പറഞ്ഞു അതുമായിട്ടൊന്ന് ബന്ധപ്പെടാൻ പറഞ്ഞു. അങ്ങനെ ജീവകാരുണ്യ കമ്മിറ്റി കൺവീനർ ബാബുരാജുമായിട്ട് ബന്ധപ്പെടുകയും ബാബുരാജ് നമ്മുടെ കേളിയുടെ കേന്ദ്ര കമ്മിറ്റിയായിട്ട് ബന്ധപ്പെടുകയും അതിനുള്ള അനുവാദം തരികയും ചെയ്തു ബാബുരാജ്. അതനുസരിച്ച് ഇതുവരെ ഇന്ന് വരെ ഈ സമയം വരെയും കേളിയുടെ നിഴലിലായിരുന്നു, കേളിയുടെ തണലിലായിരുന്നു ഇബ്രാഹിംകുട്ടി. ഈ ഇബ്രാഹിംകയുടെ നാട്ടിൽ പോക്കായിട്ട് ബന്ധപ്പെട്ട് ഇതിന്റെ സാമ്പത്തിക ചെലവ് മറ്റൊക്കെ എങ്ങനെയാണ് കേളിയുടെ ഏരിയ കമ്മിറ്റി കണ്ടെത്തിയത്? ഏരിയ കമ്മിറ്റി ഒരു ജനകീയ കമ്മിറ്റി ഉണ്ടാക്കി. ഞാൻ കൺവീനറായിട്ടും അലി KB ചെയർമാനായിട്ടും മനോജ് ട്രഷററായിട്ടും അതിന്റെ പ്രവർത്തനം ആ ഏരിയയിൽ നിന്നും സ്വരൂപിക്കായിരുന്നു. അങ്ങനെ സ്വരൂപിച്ചാണ് 14,835 രൂപ ഞങ്ങൾ ഒരു ഫണ്ടായിട്ട് സ്വരൂപിച്ചെടുത്തു. അതിൽ ഏകദേശം ഒരു 7,000 രൂപയോ റിയാല് 7,000 റിയാലോളം ഇനിയിപ്പോൾ ചെലവ് വരും. ബാക്കി കാശ് അദ്ദേഹത്തിന് നാട്ടിൽ തുടർ ചികിത്സയ്ക്കും അദ്ദേഹത്തിന് ചെലവിനുമായിട്ട് ഡ്രാഫ്റ്റ് എടുത്ത് നൽകാനാണ് തീരുമാനം. ഏകദേശം എത്ര കൊടുക്കാൻ കഴിയും? ഏകദേശം 1,00,000 രൂപയോളം കൊടുക്കാൻ പറ്റും ഏകദേശം. അപ്പോൾ അത് അദ്ദേഹത്തിന് ഗുണം ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. പക്ഷേ ഈ പിരിവിന് ഈ ഫണ്ട് സ്വീകരണത്തിന് സ്വദേശികളായിട്ടുള്ള ഒരുപാട് പേര് സഹായിച്ചിട്ടുണ്ട്. അത് ഇതായിട്ട് എടുത്തു പറയണം. ഇബ്രാഹിംകയുടെ നാട്ടിൽ പോകുന്നതിന് വേണ്ടിയിട്ട് ഡിപ്പോർട്ടേഷൻ സെന്ററും എംബസിയുമായിട്ടൊക്കെ ബന്ധപ്പെട്ടത് കേളിയുടെ ജീവകാരുണ്യ കമ്മിറ്റി കൺവീനർ ബാബുരാജാണ്. ബാബുരാജ്, എന്തൊക്കെയാണ് ഇതിനു വേണ്ടി നമ്മൾ ചെയ്ത പ്രവർത്തനങ്ങൾ? ആദ്യമായിട്ട് ഇബ്രാഹിംകയുടെ അവസ്ഥ ഇന്ത്യൻ എംബസി കഴിഞ്ഞ ഓപ്പൺ ഫോറത്തിൽ ഇന്ത്യൻ എംബസിയുടെ അധികാരികളുടെ മുമ്പിൽ അവതരിപ്പിക്കുകയായിരുന്നു. വളരെ അനുഭാവപൂർവമായ ഒരു സമീപനമാണ് ഇന്ത്യൻ എംബസിയുടെ ഭാഗത്തുനിന്നുണ്ടായത്. അവർ ഉടനെ തന്നെ ഇയാളുടെ നാട്ടിൽ വിടുന്നതിന് വേണ്ടി എല്ലാവിധ സഹായങ്ങളും വാഗ്ദാനം ചെയ്യുകയും അവർ ഡിപ്പോർട്ടേഷൻ സെന്ററിലേക്ക് ഒരു എഴുത്ത് തരികയും ചെയ്തു. ഈ എഴുത്തുമായിട്ട് ഞങ്ങൾ ഡിപ്പോർട്ടേഷൻ സെന്ററിൽ പോയിട്ട് അവരെ സമീപിക്കുകയും ആ അവസരത്തിലാണ് അവർ പറയുന്നത് ഇത് സ്പോൺസറുടെ സമ്മതം പ്രകാരം മാത്രമേ നാട്ടിൽ വിടാൻ പറ്റുള്ളൂ, സ്പോൺസറുടെ ഇവിടെ കൊണ്ടുവരണം, അല്ലെങ്കിൽ അവരുടെ ഒരു എഴുത്ത് വേണം എന്നുള്ള രീതിയിൽ അവിടെ നിന്നൊരു നിർദ്ദേശം കിട്ടുണ്ടായി. അതുപ്രകാരം വീണ്ടും സഖാവ് കിഷോർ ഇയാളുടെ സ്പോൺസറുമായിട്ട് ബന്ധപ്പെടുകയും സ്പോൺസറുമായി നിരന്തരം ബന്ധപ്പെട്ടിട്ട് ആദ്യം ഒഴിഞ്ഞു മാറിയെങ്കിലും മറ്റുള്ള സൗദികളെ കുറിച്ച് സംസാരിപ്പിച്ചതിന്റെ ഫലമായിട്ട് അദ്ദേഹം എംബസിയിലേക്ക് ഡിപ്പോർട്ടേഷൻ സെന്ററിലേക്ക് ഒരു എഴുത്ത് തരാൻ തയ്യാറായി, നോ ഒബ്ജക്ഷൻ ലെറ്റർ തയ്യാറായി. എന്നാൽ അത് സ്വീകാര്യമല്ല എന്ന് പറയുകയും ചേംബർ ചെയ്ത ലെറ്ററോ അല്ലെങ്കിൽ അയാളുടെ ഒരു മന്തൂബോ ഉണ്ടെങ്കിൽ മാത്രമേ വിടാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. വീണ്ടും ഇവരുമായിട്ട് ബന്ധപ്പെട്ടത് കാരണം അദ്ദേഹം ഒരു ലെറ്റർ ചേംബർ ചെയ്തു തരികയും അത് ഡിപ്പോർട്ടേഷൻ സെന്ററിലുള്ള ഒരു സൗദിയുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ആ ലെറ്റർ സ്വീകാര്യമാണെന്ന് പറഞ്ഞ്
അടിച്ചു തരാൻ തയ്യാറായി. ഇപ്പോ എമർജൻസി സർട്ടിഫിക്കറ്റ് എക്സിറ്റ് അടിച്ചിട്ട് കിട്ടിയിട്ടുണ്ട്. ഈ വിഷയം ഉടനെ തന്നെ എംബസിയിൽ അവിടുന്ന് ഇങ്ങനെ സ്പോൺസർ തയ്യാറാണെന്ന് പറഞ്ഞ ഉടനെ തന്നെ ഞാൻ ഈ വിഷയം എംബസിയെ അറിയിക്കും. ഉടനെ തന്നെ എംബസി പറഞ്ഞു ഔട്ട് പാസിനുള്ള ഞങ്ങൾ ഉടനെ തരാം, എത്രയും പെട്ടെന്ന് ഔട്ട് പാസ് ഇഷ്യൂ ചെയ്ത് തരാൻ പറഞ്ഞു. ഈ വിഷയം എംബസിയിൽ അവതരിപ്പിച്ച സമയത്ത് വളരെ അനുഭവപൂർവമായ ഒരു സമീപനമാണ് എംബസിയുടെ ഭാഗത്തുണ്ടായത്. അവരെല്ലാം വളരെയധികം മുക്തകണ്ഠം പ്രശംസിക്കുകയും ചെയ്തു. കാരണം ഇദ്ദേഹത്തിന് നാട്ടിൽ വിടാൻ, കാരണം എംബസിക്ക് പോലും സാധിക്കാത്തൊരു അവസ്ഥ നമ്മുടെ കേളിയുടെ പ്രവർത്തനം കൊണ്ട് മാത്രമാണ് കഴിഞ്ഞതെന്നുള്ളവർ നമുക്ക് വളരെ അടിയറ വരട്ട് ഉറപ്പിക്കാൻ പറ്റും. കാരണം അവരത് വളരെ വ്യക്തമായിട്ട് പറഞ്ഞു, നിങ്ങളെപ്പോലുള്ള ഇത്തരം പ്രവർത്തനങ്ങളാണ് ഞങ്ങൾക്ക് തമിഴ്നാട് എംബസിക്ക് സഹായമാണെന്ന്. അപ്പൊ ഞങ്ങൾ പറഞ്ഞതല്ല, എംബസിയുടെ ഭാഗത്തുനിന്നുള്ള നിസ്വാർത്ഥമായ സഹകരണം കൊണ്ട് മാത്രമാണ് ഞങ്ങൾ ഇങ്ങനെ ചെയ്യാൻ പറ്റിയെന്നാണ് നമ്മൾ വിശ്വസിക്കുന്നില്ല. നമ്മൾ എത്ര ദിവസം കൊണ്ട് അവർക്ക് പോകാൻ പറ്റും? ഇതിപ്പോ എല്ലാ ഇതും പാസ്പോർട്ട് റെഡിയാണ്, എക്സിറ്റ് റെഡിയാണ്. ഇന്ന് ടിക്കറ്റ് എടുത്താണെങ്കിൽ ഇന്ന് പോകാം, നാളെ ആണെങ്കിൽ അപ്പൊ നാളത്തേക്ക് നിങ്ങൾ ടിക്കറ്റ് ഏറ്റവും അടുത്ത ടിക്കറ്റ്. ഇപ്പൊ നാളെ ടിക്കറ്റ് കിട്ടുകയാണെങ്കിൽ നാളത്തെ ഫ്ലൈറ്റിന് തന്നെ അതാണ് എടുക്കുന്നത്. എല്ലാ കടമ്പളും തീർന്നിരിക്കുകയാണ്. ഇനി ടിക്കറ്റ് എടുത്ത് പോയാൽ മാത്രം മതി, മറ്റുള്ള ഒരു ഇതും ഇനി ബാക്കിയില്ല. മാധ്യമങ്ങളിൽ വാർത്ത വന്നു കഴിഞ്ഞാൽ ജീവകാരുണ്യ പ്രവർത്തനത്തിന്റെ എല്ലാ കടമകളും കഴിഞ്ഞു എന്നാണ് നമ്മുടെ ഇടയിലുള്ള പല സാമൂഹ്യ പ്രവർത്തകരുടെയും വിചാരം. ഇവിടെ കേളി പ്രവർത്തകർ ഇബ്രാഹിം കയെ നാട്ടിലെത്തിക്കുന്നതിന് വേണ്ടി അവസാനം വരെ അവരുടെ കൂടെ നിന്ന് പ്രവർത്തിക്കുകയുണ്ടായി. ഇബ്രാഹിം ക ഏതായാലും 23 വർഷത്തിന് ശേഷം നാട്ടിലേക്ക് തിരിച്ചു പോവുകയാണ്. റിയാദിൽ നിന്നും ക്യാമറാമാൻ ഗഫൂർ മാവൂരിനൊപ്പം നാസർ കാരക്കുന്ന്.